നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇനി അടുത്ത 2 ആഴ്ച തിഹാർ ജയിലിൽ വസതിയാകും. അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചതോടെയാണ് തിഹാറിലെ ജയിൽ നമ്പർ 2-ലെ ഒരു സെല്ലിലേക്ക് കേജ്രിവാൾ എത്തിയത്. മറ്റേതൊരു സാധാരണ തടവുകാരനെയും പോലെ കേജ്രിവാളിനെയും പരിഗണിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രിയുടെ സെല്ലിലെ CCTV ക്യാമറകളിലൂടെ 24 മണിക്കൂറും നിരീക്ഷണത്തിൽ തുടരുമെന്നും ജയിൽ അധികൃതർ അറിയിച്ചു. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർക്ക് തന്റെ കുടുംബാംഗങ്ങളുമായി എല്ലാ ദിവസവും 5 മിനിറ്റ് ഫോണിൽ സംസാരിക്കാൻ അനുമതി നൽകും. അദ്ദേഹത്തിന്റെ കോളുകൾ നിയമപ്രകാരം റെക്കോർഡ് ചെയ്യും. കൂടാതെ ആഴ്ചയിൽ 2 തവണ കുടുംബാംഗങ്ങളുമായി വീഡിയോ കോൾ ചെയ്യാനും അദ്ദേഹത്തെ അനുവദിക്കും. താൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബാംഗങ്ങളുടെ പേരുകൾ അദ്ദേഹം സൂചിപ്പിക്കേണ്ടി വരുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രേമരോഗിയായ കേജ്രിവാളിനെ കോടതിയുടെ ഉത്തരവ് പ്രകാരം വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ഇതേ കേസിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അറസ്റ്റിലായ AAP നേതാവ് സഞ്ജയ് സിംഗ് നേരത്തെ ജയിൽ നമ്പർ 2-ൽ തടവിൽ കഴിഞ്ഞിരുന്നുവെങ്കിലും അടുത്തിടെ 5-ാം നമ്പർ ജയിലിലേക്ക് മാറ്റിയിരുന്നു. കേജ്രിവാളിന്റെ മുൻ ഡെപ്യൂട്ടി മനീഷ് സിസോദിയ ജയിലിൽ 1-ാം നമ്പറിലും BRS നേതാവ് K കവിത വനിതാ വിഭാഗത്തിൽ 6-ാം നമ്പർ ജയിലിലുമാണ്. അരവിന്ദ് കെജ്രിവാൾ മറ്റു തടവുകാരെ പോലെ രാവിലെ 6:30 തന്റെ ദിവസം ആരംഭിക്കും. ചായയും പ്രഭാത ഭക്ഷണത്തിനും കുറച്ച് ബ്രെഡ് ലഭിക്കും. ജയിലിൽ 10:30-നും 11-നും ഇടയിലാണ് ഉച്ചഭക്ഷണം. അതിൽ ഒരു പയർ പച്ചക്കറി ഭക്ഷണത്തിനൊപ്പം 5 റൊട്ടി അല്ലെങ്കിൽ അരി എന്നിവ നൽകും. ഉച്ചഭക്ഷണത്തിന് ശേഷം മറ്റു തടവുകാരെ പോലെ ഉച്ച മുതൽ 3 വരെ സെല്ലിൽ പൂട്ടിയിടും. 3:30-ന് ഒരു ചായയും 2 ബിസ്ക്കറ്റും കിട്ടും. വേണമെങ്കിൽ വൈകിട്ട് 4-ന് അഭിഭാഷകരെ കാണാവുന്നതാണ്. വൈകുന്നേരം 5:30-ന് കേജ്രിവാളിന്റെ അത്താഴം വിളമ്പും. തുടർന്ന് രാത്രി 7 മണിക്ക് ലോക്കപ്പ് ചെയ്യും. മറ്റു തടവുകാരെ പോലെ ജയിലിനുള്ളിൽ രാവിലെ 5 മുതൽ രാത്രി 11 വരെ ടെലിവിഷൻ കാണാനും കേജ്രിവാളിന് കഴിയും. ഇന്നലെയാണ് കേജ്രിവാളിനെ 15 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേജ്രിവാളിന്റെ കാലാവധി ഇന്ന് അവസാനിച്ചതിനെ തുടർന്നാണ് ഡൽഹി റോസ് അവന്യൂ കോടതി വിധി പ്രസ്താവിച്ചത്. ഹാജരാക്കിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതൊക്കെ രാജ്യത്തിന് നല്ലതല്ല എന്ന് കീഴ്ക്കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കേജ്രിവാൾ പ്രതികരിച്ചിരുന്നു. സെന്തിൽ ബാലാജിയുടെ കേസിൽ സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച വിധിയുടെ വെളിച്ചത്തിൽ കൂടുതൽ റിമാൻഡ് ആവശ്യപ്പെടുന്നില്ലെന്നും EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഇന്നത്തെ വാദം കേൾക്കുന്നതിനിടെ പറഞ്ഞു. ലോക്കപ്പിൽ കേജ്രിവാൾ തികച്ചും നിസ്സഹകരണം ശൈലിയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഒഴിവ് കഴിവ് മറുപടികൾ നൽകുകയാണെന്നും SV രാജു വ്യക്തമാക്കി. മധ്യക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നേരത്തെ കേജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതിന് ആവശ്യകത ചൂണ്ടിക്കാട്ടി കസ്റ്റഡി 7 ദിവസത്തേക്ക് നീട്ടണമെന്ന് അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മാർച്ച് 28-ന് മജിസ്റ്റീരിയൽ കോടതി കേജ്രിവാളിന്റെ ED കസ്റ്റഡി ഏപ്രിൽ 1 വരെ 4 ദിവസത്തേക്കാണ് നീട്ടി നൽകിയത്. മാർച്ച് 21-നാണ് കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്.